സോ സെൻസ് ഓർഗാൻസിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് നമ്മൾ പോവാണ്. ഞാൻ പറഞ്ഞു പ്രോമിനൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗാൻ എന്ന് പറയുന്നത് വിഷ്വൽ പെർസെപ്ഷനും അതുപോലെ തന്നെ സ്റ്റാറ്റോ അക്വസ്റ്റിക് സെൻസ് ഓർഗാനുമാണെന്ന് പറഞ്ഞു. സോ അതിൽ വിഷ്വൽ പെർസെപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മളൊക്കെ അറിയാം എന്താണ് ഐ, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനിങ് ഡീറ്റെയിൽസുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം കൊളുംബ ലിവിയയുടെ ഐസിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം അതിൽ നിന്ന് വരാറുണ്ട്. പെക്ടൺ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, പെക്ടൺ എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ ഐസിൽ ഒരുവിധം എല്ലാ ബേർഡ്സിൻ്റെയും എക്സെപ്റ്റ് കിവി പോലുള്ള ചില ബേർഡ്സിൻ്റെ ഐസ് ഒഴിച്ച് ബാക്കി എല്ലാ ബേർഡ്സിൻ്റെയും ഐസിൽ വിട്രിയസ് ചേംബറിലേക്ക് ഒരു കോംബ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പെക്ടൺ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം, പക്ഷെ ഓർമ്മയിൽ ഉണ്ടാവണം നിങ്ങൾക്ക് 2 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെക്ടൺ എന്നുള്ളത്. ചില ലിസാർഡ്സിൽ നമുക്ക് ഈ പെക്ടൺ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഐസ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് ചോദ്യം 5 മാർക്കിന് സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രക്ചർ ഓഫ് ഐ എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഹ്യൂമൻ ബീയിങ് ഏകദേശം സെയിം തന്നെയാണ്. പെക്ടൺ പോലുള്ള കുറച്ച് ഫീച്ചേഴ്സ് അധികം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെർവ് സെൽസിൽ ചെറിയൊരു മാറ്റം, കാരണം പെർസെപ്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ടും അതിലുള്ള കുറച്ച് അഡാപ്റ്റേഷൻസ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ബാക്കി സ്ട്രക്ചറൊക്കെ ഹ്യൂമൻ ഐ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെയുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ പെക്ടൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ ലെറ്റ് സീ ദ സ്ട്രക്ചർ ആൻഡ് ദ ഫങ്ഷനിങ് ഓഫ് ദി ഐ. ബേർഡ്സ് ഐ എന്ന് പറയുന്നത് നമുക്കറിയാം, ദേ ഹാവ് ഹൈ വിഷ്വൽ പവേഴ്സ് എന്നുള്ളത് അല്ലേ. ഒരു പരുന്തൊക്കെ എത്ര അകലത്തു നിന്നാണ് കോഴിക്കുഞ്ഞിനെ തപ്പിയിട്ട് താഴോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫിഷസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വരുന്നത് എത്ര അകലത്തു നിന്നാന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ബേർഡ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് ഹൈ വിഷ്വൽ പെർസെപ്ഷൻ ഓർ വിഷ്വൽ പവേഴ്സ് അല്ലേ. ലോങ് റേഞ്ച് ഓഫ് വിഷനുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അല്ലേ. കാരണം എന്താണ്, ഗ്രീനറി അതുപോലെ തന്നെ ബ്ലൂ സ്കൈ, അതെല്ലാം കോൺട്രാസ്റ്റിൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. വളരെ അകലത്തു നിന്ന് തന്നെ അതിൻ്റെ പ്രേനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. ഫുഡ് സോഴ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അങ്ങനെ ഒരു കേസിൽ ഹൈ വിഷ്വൽ പെർസെപ്ഷൻ എന്നുള്ളത് ഇറ്റ്സ് ആൻ അഡാപ്റ്റീവ് ഫീച്ചർ ഫോർ ദി ഫ്ലൈറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹോമിങ്, ഡിറ്റക്ഷൻ ഫോർ ഫുഡ്, റെക്കഗ്നിഷൻ ഓഫ് മെയ്റ്റ്സ് എക്സെട്ര, ഈ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഹൈ വിഷ്വൽ പവേഴ്സ് ബേർഡ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേച്ചർ. Now, eyeball of the birds are large and biconvex. നമ്മളെ പോലെ കുറച്ചും കൂടെ റൗണ്ട് അല്ല, മറിച്ച് ബൈകോൺവെക്സ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇതിൻ്റെ ഐബോളിനുള്ളത്. ആൻഡ് ദേ ആർ ഗാർഡഡ് ബൈ അപ്പർ ആൻഡ് ലോവർ ഐലിഡ്സ് ആൻഡ് ദർ വിൽ ബി എ തേർഡ് ഐലിഡ് വിച്ച് ഈസ് നോൺ ആസ് ദി നിക്റ്റിക്റ്റേറ്റിംഗ് മെമ്പറൈൻ. അപ്പം അപ്പർ ഐലിഡും ലോവർ ഐലിഡും അതുപോലെ തന്നെ നിക്റ്റിക്റ്റേറ്റിംഗ് മെമ്പറൈനും ഉണ്ട്. സോ നിക്റ്റിക്റ്റേറ്റിംഗ് മെമ്പറൈൻ എന്ന് പറയുന്നത് നിങ്ങൾ അതർ വെർട്ടിബ്രേറ്റ്സിലും പഠിച്ചതാണ്. അപ്പം റെപ്റ്റൈൽസിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സംഗതി തന്നെയാണ്. ഓക്കെ, നൗ അപ്പർ ഐലിഡ് എന്ന് പറയുന്നത് ദേ ആർ സ്ലൈറ്റ്ലി മൂവബിൾ, ആ പോയിന്റ് ഒന്ന് ഓർമ്മിരിക്കുക. അതേസമയം ലോവർ ഐലിഡ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഐലിഡാണ്. നെക്റ്റിക്റ്റേറ്റീവ് മെമ്പറൈൻ എന്ന് പറയുന്നത് കോർണറിൽ നിന്ന് അല്ലേ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സാധനമാണ് നെക്റ്റിക്റ്റേറ്റീവ് മെമ്പറൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പർ ഐലിഡ് ഇങ്ങോട്ട്, ലോവർ ഐലിഡ് ഇങ്ങോട്ട്. പക്ഷെ ലോവർ ഐലിഡാണ് കുറച്ചും കൂടെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഐലിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കോർണറിൽ നിന്ന്, അതിൻ്റെ കോർണറിൽ നിന്ന് ഇങ്ങോട്ടാണിത് മൂവ് ചെയ്യുക അല്ലേ. അപ്പം നെക്റ്റിക്റ്റേറ്റീവ് മെമ്പറൈൻ, ദ തേർഡ് ഐലിഡ് ഈസ് സീൻ ദ ആൻറ്റീരിയർ കോർണർ ഓഫ് ദ ഐ. ഇറ്റ് ക്യാൻ മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു കവർ ദി ആൻഡ് പ്രൊട്ടക്ട് ദി ഐ. അപ്പം അങ്ങനെ 3 ഐലിഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നൗ ഐ ഗ്ലാൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2ആണ്. നമ്മളെ കേസിലാണെങ്കിൽ അല്ലേ കണ്ണുനീർ ഗ്രന്ഥികൾ ഉണ്ട് അല്ലേ. അപ്പം ലക്രിമൽ ഗ്ലാൻസ് ഉണ്ട്. അപ്പം അതുപോലെ ഇതിൻ്റെ കേസിൽ ഐ ഗ്ലാൻസ് എന്ന് പറയുന്നത് ദർ ആർ 2. ഹഡേറിയൻ ഗ്ലാൻസ് ആണ് ഒന്നാമത്തത്, ലാക്രിമൽ ഗ്ലാൻസ് ആണ് രണ്ടാമത്തത്. സോ ഹഡേറിയൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി സെക്രീറ്റിംഗ് ദി നെക്റ്റിക്റ്റേറ്റിംഗ് മെമ്പറൈൻ, സോറി ലൂബ്രിക്കേറ്റിംഗ് ദി, ദാറ്റ് സെക്രീഷൻ വിൽ ബി ലൂബ്രിക്കേറ്റിംഗ് ദി നെക്റ്റിക്റ്റേറ്റിംഗ് മെമ്പറൈൻ. ആൻഡ് ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഐബോളിനെയും അതുപോലെ തന്നെ കോർണിയനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർണിയനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ണീര്. ഓക്കെ, അപ്പം അങ്ങനെ 2 ഐ ഗ്ലാൻഡ് ആണ് ഇതുള്ളത്. ഹഡേറിയൻ ഗ്ലാൻസ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദി നെക്റ്റിക്റ്റേറ്റീവ് മെമ്പറൈൻ, lacrimal glands for moistening, cleaning of eyeball and nourishing of the cornea.
ഐയുടെ മൂവ്മെന്റിന് വേണ്ടി, ഐയുടെ മൂവ്മെന്റ് ആണ്, ലെൻസിന്റെ മൂവ്മെന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഐയുടെ മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഐബോളിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് മസിൽസ് ഇൻവോൾവ് ആണ്. ആ മസിൽസിന്റെ പേരാണ് ഒന്ന് സുപ്പീരിയർ ഒബ്ലിക് മസിൽ, ഓക്കെ, രണ്ടാമത്തത് ഇൻഫീരിയർ ഒബ്ലിക് മസിൽ, സുപ്പീരിയർ റെക്ടസ് മസിൽ, ഇൻഫീരിയർ റെക്ടസ് മസിൽ, എക്സ്റ്റേണൽ റെക്ടസ്, ഇന്റേണൽ റെക്ടസ്, ദെൻ ക്വാഡ്രാക്ടസ് ആൻഡ് പിരമിഡാലിസ്. ഈ പിരമിഡാലിസ് വരെയുള്ള 7 മസിൽസ്, 8 സെറ്റ്സ് ഓഫ് മസിൽസ് ആണ് ഇതിൽ പ്രോമിനൻ്റ് ആയിട്ട്. 7 അല്ല 8 ആണ്, ഓക്കെ, ഇത് 8ാമത്തത്. 8 മസിൽസ്, അതിൽ 6 എണ്ണം നമുക്ക് പെയർഡ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സുപ്പീരിയർ, ഇൻഫീരിയർ, അല്ലെങ്കിൽ ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എക്സ്റ്റേണൽ, ഇന്റേണൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ പെയർഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പഠിക്കേണ്ടത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പിരമിഡാലിസ് ആണ്, അല്ലേ? അതുപോലെ തന്നെ ക്വാഡ്രാക്ടസും ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐ ബോളിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐ മസിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ ദി 5 മാർക്ക് വിഷ്വൽ ഓർഗാൻ. നൗ ഐ ബോളിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വെച്ചാൽ ഹോൾ ബോൾ, അല്ലേ? അതേസമയം തന്നെ ഫ്ലൂയിഡ് ഫിൽഡും ആണ്. നമുക്കറിയാം വിട്രിയസ് ഹ്യൂമർ ആൻഡ് അക്വസ് ഹ്യൂമർ. അപ്പോൾ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഹോളോ ബോൾ ആണ് ഐ ബോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ കേസിലുള്ളത് പോലെ തന്നെ പ്രധാനമായിട്ടും 3 കോൺസെൻട്രിക് ലെയേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഔട്ടർ സ്ക്ലീറോട്ടിക് ലെയർ ആണ്, മിഡിൽ കൊറോയിഡ് ലെയർ ആണ്, ആൻഡ് ഇന്നർ റെറ്റിനൽ ലെയർ. അപ്പോൾ സ്ക്ലീറോട്ടിക് ലെയർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളതാണ്, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നോൺ വാസ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. കൊറോയിഡ് ലെയർ എന്ന് പറയുന്നത് വാസ്കുലർ ആണ്, നറിഷ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പണി എന്ന് പറയുന്നത്. റെറ്റിനൽ ലെയേഴ്സ് എന്ന് പറയുന്നത് സെൻസറി ആണ്. അങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഐബോളിലുള്ള കോൺസെൻട്രിക് ലെയേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഔട്ടർ സ്ക്ലീറോട്ടിക്, മിഡിൽ കൊറോയിഡ് ആൻഡ് ഇന്നർ മോസ്റ്റ് റെറ്റിനൽ. നമ്മുടെ കേസിലും സെയിം പേരുകൾ തന്നെയാണ്, നിങ്ങൾ പഠിച്ചതുമാണ്. സ്ക്ലീറോട്ടിക് ലെയർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഹോണി ആൻഡ് നോൺ വാസ്കുലാർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നോൺ വാസ്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഇല്ലാത്തത്. ഇറ്റ്സ് ഇന്നർ റീജിയൻ ഈസ് ഒപ്പേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണിൻ്റെ അകത്ത് നമ്മൾ കാണാത്ത റീജിയൻ ഉണ്ടല്ലോ, അതാണ് ഇന്നർ റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറമേ എന്ന് പറയുന്ന ഔട്ടർ റീജിയൻ. അപ്പം ഇതെന്താണ്? ഒപ്പേക്കാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം കടത്തിവിടാത്ത ഹാർഡായിട്ടുള്ള ഒരു സംഗതി. അതേസമയം ഇതിൻ്റെ തന്നെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, ബേർഡ്സിൻ്റെ കണ്ണ് കാണുന്ന റീജിയൻ ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർണിയ എന്ന് വിളിക്കുന്നത്. സോ ദ ഇന്നർ റീജിയൻ ഈസ് ഒപ്പേക്ക്. At the exposed outer part, it is modified into a transparent covering called the cornea. Now, cornea in turn is covered by a thin and transparent another layer called the conjunctiva. ഓക്കെ, അപ്പോൾ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് മ്യൂക്കസ് ലെയർ, കണ്ണിൻ്റെ മ്യൂക്കസ് ലെയറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്, മ്യൂക്കസ് മെമ്പറിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. കോർണിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൺജങ്ക്റ്റീവ കാണുന്നത്. ക്ലിയർ ആണല്ലോ? നൗ at the junction between cornea and സ്ക്ലീറോട്ടിക് കോട്ട്, സ്ക്ലീറോട്ടിക് കോട്ടിൻ്റെ ഔട്ടർ പോർഷനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. സ്റ്റിൽ ഇതിനെ നമ്മൾ സ്ക്ലീറോട്ടിക് എന്നും ഇതിനെ കോർണിയ എന്നും പ്രത്യേകം പേര് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ജംഗ്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലിഡിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ പോർഷനിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ഓസിക്കിൾസ്, ഒരു 10 to 12 ഓസിക്കിൾസ്, ബോണി പ്ലേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാണുന്നുണ്ടല്ലോ ഈ റീജിയൻ. ഓക്കെ, താഴെ മുകളിലും നിങ്ങൾക്ക് കാണാം. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ക്ലീറോട്ടിക് ഓസിക്കിൾസ് എന്നുള്ളത്. അപ്പം എവിടെയാണ് കാണുന്നത്? അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ സ്ക്ലീറോട്ടിക് ആൻഡ് കോർണിയ. അപ്പം ആ ആൻറ്റീരിയർ പോർഷനും മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ. സ്ക്ലീറോട്ടിക് പ്ലേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്, അല്ലെങ്കിൽ സ്ക്ലീറോട്ടിക് ഓസിക്കിൾസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ജംഗ്ഷനിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സസ്പെൻസറി ലിഗമെന്റ്സ് ഉണ്ട്. ഈ സസ്പെൻസറി ലിഗമെന്റ്സ് ആണ് അല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ജംഗ്ഷൻ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് സസ്പെൻസറി ലിഗമെന്റ്സ് ഈസ് ആക്ച്വലി സസ്പെൻഡിങ് ദി ലെൻസ്. സസ്പെൻസിങ് ദ ലെൻസ് എന്ന് പറയുന്നത് ലെൻസിനെ ആ പൊസിഷനിൽ നിലനിർത്തുന്നത് ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന സസ്പെൻസറി ലിഗമെന്റ്സ് ആണ്. Now coming to the choroid coat. Choroid coat എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ വാസ്കുലർ ആൻഡ് പിഗ്മെന്റഡ് ലെയർ ആണ് അല്ലേ. അത് എക്സ്പോസ്ഡ് പാർട്ട് കൊറോയിഡ് ഫോംസ് ദി വെർട്ടിക്കൽ കർട്ടൈൻ നോൺ ആസ് ദി ഐറിസ് അല്ലേ. നമ്മുടെ കണ്ണിലെ ഐറിഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി എക്സ്റ്റൻഷൻ ഓഫ് ദി കൊറോയിഡ് പാർട്ട് ഓർ കൊറോയിഡ് ലെയർ.
Now ഈ ഐറിഷിന്റെ സെന്ററിൽ എന്തുണ്ട്? there is a gap. അപ്പർ ഐറിഷും ലോവർ ഐറിഷും എന്ന് പറയുന്നതിന് പകരം നമുക്ക് റൗണ്ട് ആയിട്ടാണ് കാണാം അല്ലേ? അപ്പം ആ റൗണ്ട് പാർട്ടിന് നടുക്ക് എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് വിളിക്കുന്ന പേര് പ്യൂപ്പിൾ. ഇതൊക്കെ നിങ്ങൾ നമ്മളെ കണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. സോ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് അഡ്ജസ്റ്റബിൾ. അതിന് റേഡിയൽ മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സർക്കുലാർ മസിൽസ് ഉണ്ട് അല്ലെ. ഇങ്ങനെ സർക്കുലാർ മസിൽസ് എന്ന് പറയുന്നത് ഇതാണ്, നടുക്കൊരു ഗ്യാപ്പ്. ഞാൻ കുറച്ച് മസിൽസ് മറന്നു. ഇത് ഐറിഷ് ആണെന്ന്, പ്യൂപ്പിൾ ആണെന്ന് വിചാരിക്കുക. ഇതിനെയാണ് റേഡിയൽ മസിൽ എന്ന് വിളിക്കുക. പ്രകാശം കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യും? റേഡിയൽ മസിൽസ് റിലാക്സ്ഡ് ആവും, അതുപോലെ തന്നെ സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? പ്യൂപ്പിളിന്റെ സൈസ്, ഡയമീറ്റർ എന്ത് ചെയ്യും? കുറയും. ഇനി പ്രകാശം വളരെ കുറവാണെങ്കിലോ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, സർക്കുലാർ മസിൽസ് റിലാക്സ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? പ്യൂപ്പിളിന്റെ സൈസ് കൂടി വരും, സോ ദാറ്റ് മോർ ലൈറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ദി ഐ. അപ്പം അങ്ങനെയാണ് ഈ പ്യൂപ്പിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് റേഡിയൽ മസിൽസിന്റെയും അതുപോലെ തന്നെ സർക്കുലാർ മസിൽസിന്റെയും സഹായത്തോട് കൂടിയിട്ട്. നൗ അറ്റ് ദ ബേസ് ഓഫ് ദ iris the choroid layer is modified into ciliary body. You can find the ciliary body here. Okay, ഇത് എവിടുന്ന ഒറിജിനേറ്റ് ചെയ്യുന്നത്? കൊറോയിഡിന്റെ സ്ക്ലെറോട്ടിക്കിന്റെയും കോർണിയന്റെയും ആ ജംഗ്ഷനിൽ വെച്ചാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സീലിയറി ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് സീലിയറി മസിൽസ്. നൗ മൂന്നാമത്തെ ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. നമുക്കറിയാം റെറ്റിന എന്ന് പറയുന്നത് സെൻസറി ലെയർ ആണ്, നെർവസ് ലെയർ ആണ്, ന്യൂറോൺസ് റിച്ച് ആയിട്ടുള്ള ലെയർ ആണ്. അവിടെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ ആയിട്ടാണ് ഈ പറയുന്ന റെറ്റിന ആക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഫോട്ടോ സെൻസിറ്റീവ് സെൽസ് ആണ് നമുക്ക് റെറ്റിനയിൽ കാണാൻ വേണ്ടി പറ്റുക. അതൊന്ന് എന്ന് പറയുന്നത് റോഡ്സ് ആണ്, രണ്ടാമത്തത് കോൺസ് ആണ്. അപ്പം റോഡ്സ് എന്ന് പറയുന്നത് ദേ ആർ കൺസേൺഡ് വിത്ത് ദ ഡിം ലൈറ്റ് വിഷൻ. അതിന്റെ പേര് വിളിക്കുന്നത് സ്കോട്ടോപിക് വിഷൻ എന്നാണ്. ഈ പേര് നമ്മളെപ്പോഴും കൺഫ്യൂഷനാണ്, ഫോട്ടോപിക് വിഷനും അതുപോലെ തന്നെ സ്കോട്ടോപിക് വിഷനും. അപ്പോൾ ഒരിക്കൽ ഡിം ലൈറ്റ് വിഷനെ സഹായിക്കുന്നതാണ്, അതിനെയാണ് സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നത്, അതാണ് റോഡ്. കോൺ എന്ന് പറയുന്നത് ദേ ആർ കൺസേൺഡ് വിത്ത് കളർ വിഷൻ ആണ്. കളർ വിഷനെയാണ് നമ്മൾ ഫോട്ടോപിക് വിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കളർ വിഷൻ, ഫോട്ടോപിക് വിഷൻ, ഡിം ലൈറ്റ് ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണ് സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞുകൂടാ, സ്റ്റിൽ വളരെ കുറഞ്ഞ പ്രകാശത്തിൽ നമ്മൾ ഇരുട്ട് ആ സമയത്ത് കാണുന്നതിനെയാണ് നമ്മൾ സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നത്. സോ ദ ഐ ഈസ് അഡാപ്റ്റഡ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആസ് വെൽ ആസ് ദി കളർ വിഷൻ. Now, since pigeon is diurnal bird, its retina contains more cones than rods. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൊക്ടേണൽ ബേർഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ മൂങ്ങിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ദേ വിൽ ഹാവ് എ റോഡ് മോർ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ്. ഡിം ലൈറ്റിലാണ് അവർ ആക്റ്റീവ് ആവുന്നത്. അപ്പം ഡിം ലൈറ്റ് വിഷനെ കൂടുതൽ സഹായിക്കുന്ന സെൻസറി ന്യൂറോൺസ് ആണ് അവരുടെ കണ്ണിൽ വേണ്ടത്, അതുകൊണ്ട് റോഡ്സ് ആയിരിക്കും കൂടുതൽ. അതേസമയം പീജിയനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ആക്റ്റീവ് ഡ്യൂറിങ് ദ ഡേ ടൈം, അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോപിക് വിഷൻ ആണ് മോർ ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ റെറ്റിന എന്ന് പറയുന്നത് ദേ ആർ റിച്ച് വിത്ത് കോൺസ്. Now, lying at the center of the retina is a depressed, നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈ റീജിയൻ അല്ലെ, ഒരു ഡിപ്രസ്ഡ് റീജിയൻ, ആൻഡ് ദർ ഹൈലി സെൻസിറ്റീവ് ഏരിയ, ഹൈലി ലൈറ്റ് സെൻസിറ്റീവ് ഏരിയ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി ഏരിയ സെൻട്രാലിസ്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ആൻഡ് മോണോകുലാർ വിഷൻ ആണ്. മോണോകുലാർ വിഷൻ അല്ലെ, ഒരു കണ്ണിൽ നിന്ന് വരുന്നത് അവിടെ മാത്രം. നമ്മളെ കേസിൽ എങ്ങനെയാണ്? ബൈനോക്കുലാർ വിഷൻ ആണ്. ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ അബോവ് ഒരു 200 ഡിഗ്രി വരെ നമുക്ക് ഈ സൈഡിലേക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ബൈനോക്കുലാർ വിഷൻ ആണ്. 3 ഡയമെൻഷനലായിട്ട് നമ്മൾ ഓരോ കൺസെപ്റ്റും വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും നമുക്ക് ഈ ബൈനോക്കുലാർ വിഷനിലുള്ളതാണ്. മോണോക്കുലാർ ഒരു കണ്ണിലെ കാഴ്ച ആ കണ്ണിലൂടെ മാത്രം എന്ന് പറയുന്നതാണ് മോണോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ സഹായിക്കുന്നതാണ് ഏരിയ സെൻട്രാലിസ്. സെയിം സംഭവം തന്നെ നമുക്ക് എന്തുണ്ട്? സോ ദർ ഈസ് എ ഫോവിയ സെൻട്രാലിസ്. ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുന്നത് ഔട്ടർ സൈഡിൽ, റെറ്റിനയുടെ ഔട്ടർ സൈഡിൽ, ആൻഡ് ദേ ആർ കൺസേൺഡ് വിത്ത് ഫോർവേഡ് ആൻഡ് ബൈനോക്കുലാർ വിഷൻ. ഈ കാഴ്ചയാണ് ബൈനോക്കുലാർ എന്ന് ഞാൻ പറഞ്ഞു. ഈ കാഴ്ച എന്ന് പറയുന്നത് മോണോക്കുലാർ ആണ്. ഓക്കെ, ഈ കാഴ്ച മോണോക്കുലാർ ആണ്, ഈ കാഴ്ച ബൈനോക്കുലാർ ആണ്. അപ്പം ഫോർവേഡ് അല്ലേ, നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഫോർവേഡ് വിഷൻ ആണ്, സൈഡിലേക്ക് നോക്കുന്നത് ലാറ്ററൽ വിഷൻ ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കൺസേൺഡ് വിത്ത് ബൈനോക്കുലാർ ആൻഡ് ഫോർവേഡ് വിഷൻ. ഏരിയ സെൻട്രാലിസ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി കൺസേൺഡ് വിത്ത് മോണോക്കുലാർ ആൻഡ് ലാറ്ററൽ വിഷൻ.
അപ്പോൾ ഈ കാര്യം ഓർമ്മയിലുണ്ടാവണം. ദ അപ്പർ പാർട്ട് ഓഫ് ദി റെറ്റിന കണ്ടെയ്ൻസ് റെഡ് പിഗ്മെന്റ് ആൻഡ് ദ ലോവർ പാർട്ട് കണ്ടെയ്ൻസ് യെല്ലോ പിഗ്മെന്റ്. റെഡ് പിഗ്മെന്റും യെല്ലോ പിഗ്മെന്റും ഇതെന്ന് പറയുന്നത് ഒരു ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫിൽട്ടർ? ആകാശത്തിലൂടെ പോകുമ്പോൾ ബ്ലൂ സ്കൈ ആൻഡ് ദേ ആർ ലുക്കിംഗ് ഡൗൺ ടുവേർഡ്സ് ദ ഗ്രീനറി. അപ്പം ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന യെല്ലോ ആൻഡ് റെഡ് പിഗ്മെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ വന്നേക്കുന്നത്. സോ ദി സെർവ് ആസ് ഫിൽറ്റേഴ്സ് ടു എൻഹാൻസ് ദി കോൺട്രാസ്റ്റ് ഓഫ് ബ്ലൂ സ്കൈ ആൻഡ് ദ ഗ്രീൻ ഫീൽഡ് റെസ്പെക്റ്റീവ്ലി. സോ ദ കളർ വിഷൻ ബിക്കം വെരി പെർഫെക്റ്റ്. Now the junction between retina and optic nerve is optic disc. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യല്ലോ, ഈ പറയുന്ന ഒരു പോർഷനിൽ എന്തുണ്ട്? ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? ഒപ്റ്റിക് ഡിസ്ക് എന്നാണ് വിളിക്കുക. ഓക്കെ, ഒപ്റ്റിക് ഡിസ്കിൽ എന്തുണ്ടാവില്ല? റോഡ്സും കോൺസും ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വിളിക്കും? നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് ആ റീജിയനെ വിളിക്കുക. Now suspended from the iris is a soft, transparent and biconvex crystalline lens enclosed. Suspended from the iris, not from the iris, with the help of ligaments ആണ്, അല്ലെങ്കിൽ ciliary body ആണ്. Transparent biconvex crystalline lens enclosed within the fibrous lens capsule. Okay, അപ്പോൾ ഈ ലെൻസ് ഹെൽഡ് ഇൻ പൊസിഷൻ ആരാണ്? സിലിയറി ബോഡിയാണ്. അപ്പം ലെൻസും അതുപോലെ തന്നെ കോർണിയ എപ്പോഴും എന്തായിരിക്കും? പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും, ബൾജിങ് ഔട്ട് ആണ്. സച്ച് എ ഷേപ്പ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദി സ്ക്ലിറോട്ടിക്. ഈ ബൾജിങ് ഔട്ട് ഷേപ്പ് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ബൾജിങ് ഔട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇവിടെ നിന്നൊരു പ്രൊജക്ഷൻ ആണ്, പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സ്ക്ലിറോട്ടിക് പ്ലേറ്റ്സ് ആണ്. Okay, so the sclerotic ossicles are actually concerned with this bulging out shape of the cornea and the lens. Now, ലെൻസിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഐബോളിന്റെ അകംവശം നമ്മൾ മുമ്പ് പഠിക്കുന്നതാണ്, എന്തായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്ക് രണ്ട് ചേംബർ ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആന്റീരിയർ ചേംബറിനെ നമ്മൾ എന്ത് വിളിക്കും? അക്വസ് ചേംബർ എന്ന് വിളിക്കും. പോസ്റ്റീരിയർ ചേംബറിനെ നമ്മൾ വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. And definitely they are filled with a transparent fluid, aqueous humor and vitreous humor. അപ്പം അത് എന്ന് പറയുന്നത് ഈ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ബോളിന്റെ ഷേപ്പ് കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കണം. അതുപോലെ തന്നെ ലെൻസിന്റെ അക്കോമഡേഷൻ സമയത്ത് ഫോക്കസിങ്ങിലൊക്കെ സഹായിക്കുന്ന ആളാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വിട്രിയസ് ഹ്യൂമറും അതുപോലെ തന്നെ അക്വസ് ഹ്യൂമറും. Keeps the eyeball tightly stretched and fully dilated and also helps to focus the light rays to the retina. Now, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു, പെക്ടൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 2 മാർക്കിന് സാധാരണയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന തരത്തിൽ എന്നുള്ള പറയാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പം പെക്ടൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ വിട്രിയസ് ഹ്യൂമറിലേക്ക് അല്ലെങ്കിൽ വിട്രിയസ് ചേംബറിൻ്റെക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കോംബ് ലൈക്ക് ആയിട്ടുള്ള ഹൈലി പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് പെക്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പെക്ടനെ കുറിച്ച് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും യു ഹാവ് ടു ഡ്രോ ഈ ഐബോളിന്റെ വിട്രിയസ് ചേംബറിന്റെ ഇത്രയും പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ കോംബ് ലൈക്ക് സ്ട്രക്ചർ വരച്ച് കാണിക്കണം 2 മാർക്കിനായാലും. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഐബോളിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഒരിക്കൽ വരച്ചിട്ടുണ്ടാവും നോട്ട്സ് എഴുതുമ്പോൾ. ഇൻ അഡീഷൻ ടു ദാറ്റ്, പെക്ടൻ എന്ന് പറയുന്ന കണ്ടന്റ് നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഈ പോർഷൻ വരക്കണം. ഓക്കെ, ലെൻസ് ഒന്നും വേണമെന്നില്ല, ഈ പോർഷൻ മാത്രം മതി. അതിൽ ബ്ലൈൻഡ് സ്പോട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, ഏരിയ സെൻട്രാലിസും ഒക്കെ കാണിച്ചിരിക്കണം. റെറ്റിന 3 ലെയേഴ്സ് കാണിച്ചിരിക്കണം. സ്ക്ലിറോട്ടിക് ലെയറും കൊറോയിഡും അതുപോലെ തന്നെ റെറ്റിനൽ ലെയേഴ്സും കാണിച്ചിരിക്കണം. ഈ ഒരു ഷേപ്പിൽ ഈ ഇപ്പുറത്തുള്ള കണ്ടന്റ് ഒന്നും വേണ്ട. ഓക്കെ, ഈ കണ്ടന്റ് ഒന്നും വേണ്ട, ഇതിനപ്പുറം മാത്രം ഈ കോംബിലേക്ക് സ്ട്രക്ചറും വരയ്ക്കണം. അപ്പോൾ പെക്ടൻ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഡ്രോ ദിസ് ഫിഗർ ഈവൻ ദോ ഇറ്റ് ഈസ് ഫോർ 2 മാർക്സ്. ക്ലിയർ ആണല്ലോ? So projecting into the vitreous chamber from the blind spot is a strongly pigmented, highly vascular and a much folded fan-like structure called the pecten. അപ്പം ഇത് വാട്ട് ഈസ് പെക്ടൻ അല്ലെങ്കിൽ പെക്ടൻ എന്ന് പറയുന്ന ഒരു ടേം മാത്രം ഇവിടെ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഹൗ യു വിൽ ബി റൈറ്റിംഗ് ദി ആൻസർ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാ പറയുക? ഇറ്റ് ഈസ് അല്ലേ, ഇറ്റ് ഈസ് much folded fan-like structure
that is highly vascular and strongly pigmented, which is projecting into the vitreous chamber of bird's eye. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അതിൻ്റെ ഫംഗ്ഷനും എഴുതണം. അതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തെ എന്താണ്? ഇറ്റ് പ്രോബബ്ലി കാസ്റ്റ് എ ഷാഡോ ഓൺ ദ റെറ്റിന ആൻഡ് thereby increases the contrast and enables the clear detection of moving object. മൂവിങ് ഒബ്ജക്റ്റിൻ്റെ വിഷന് വേണ്ടിയിട്ട്, മൂവിങ് ഒബ്ജക്റ്റ് കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ബൈ ക്രിയേറ്റിംഗ് എ കോൺട്രാസ്റ്റ് ബൈ മേക്കിംഗ് എ ഷെയ്ഡ് ഇൻ ദി റെറ്റിന. രണ്ടാമത്തത്, since it is erectile structure, it exerts some pressure over the vitreous fluid and thereby alters curvature of the lens during accommodation. It helps to alter the curvature of lens during accommodation of lens. അത് കൃത്യമായിട്ട് അത് എഴുതിയാൽ മതി. ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അത് എറക്ടൈൽ സ്ട്രക്ചർ ആണെന്നും അത് വിട്രസ് ഹ്യൂമറിലേക്ക് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എഴുതണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എഴുതണം. ഇറ്റ് ആൾട്ടേഴ്സ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ്, ഓക്കെ, ഡ്യൂറിങ് അക്കോമഡേഷൻ എന്നുള്ളത് പറയണം. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ, 4 ഫംഗ്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 4ഉം എഴുതിയിരിക്കണം. പെക്ടൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കണം. 2 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും ഒക്കെ അതന്നെ മതി. വിത്ത് ഡ്രോയിങ് ആയിരിക്കണം. ചില ആൻസേഴ്സ് നമ്മൾ എഴുതുമ്പോൾ കണ്ടന്റ് അധികം എഴുതാനുണ്ടാവും. ചില ആൻസേഴ്സ് 2 വരിയിൽ തീരുന്നതായിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം കുറച്ചധികം എഴുതേണ്ടത് 2 മാർക്കിനാന്ന് വെച്ചിട്ട് കുറച്ച് എഴുതിയേക്കരുത്. ആവശ്യത്തിനുള്ള കണ്ടന്റ് അതിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. മൂന്നാമത്തെ ഫംഗ്ഷൻ, സപ്ലൈസ് അഡീഷണൽ ന്യൂട്രിയൻസ് ടു ദി റെറ്റിന. ദെൻ ദ ഫോർത്ത് ഫംഗ്ഷൻ ഈസ് ഇറ്റ് റെഗുലേറ്റ്സ് ദി ഫ്ലൂയിഡ് പ്രഷർ വിത്തിൻ ദി ഐബോൾ. നമ്മൾ ഓൾറെഡി വിറ്റ്നസ് ഇതിൻ്റെ കേസിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 ഫംഗ്ഷൻസ് ആണ് പെക്ടനുള്ളത്. പെക്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു കിവി പോലുള്ള ബേർഡ്സിൽ ആബ്സെൻ്റ് ആണ്. ചില ലിസാർഡ്സിൽ ഈ പെക്ടൻ പ്രസൻ്റ് ആണ്. Now, final part of the eye or visual organ is the accommodation of the lens. ഓക്കെ, അപ്പോൾ അക്കോമഡേഷൻ ഓഫ് ദി ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ പൊസിഷൻ ഫോർവേഡ് ബാക്ക്വേർഡും അതുപോലെ തന്നെ ബൈകോൺവെക്സിൻ്റെ ആ കോൺവെക്സ് നേച്ചർ ഉണ്ടല്ലോ, ആ നേച്ചറും ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അക്കോമഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്കോമഡേഷൻ ഓഫ് ദ ലെൻസ് ഈസ് ബ്രോട്ട് അബൌട്ട് മെയിൻലി ബൈ ദി ആക്ടിവിറ്റി ഓഫ് സീലിയറി മസിൽസ്. 2 സെറ്റായിട്ടാണ് സീലിയറി മസിൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻറ്റീരിയർ സെറ്റിന് പറയുന്ന പേരാണ് ക്രാംപ്റ്റൺസ് മസിൽ എന്നുള്ളത്. പോസ്റ്റീരിയർ സെറ്റിന് പറയുന്ന പേരാണ് ബ്രൂക്സ് മസിൽ എന്നുള്ളത്. അപ്പം ക്രാംപ്റ്റൺസ് മസിൽസ് ചെയ്യുന്നതാണ് പുൾസ് ദ കോർണിയ ബാക്ക്വേർഡ്. ഓക്കെ, പോസ്റ്റീരിയർ മസിൽസ് എന്താ ചെയ്യുന്നത്, ഡ്രാഗ്സ് ദ ലെൻസ് ഫോർവേഡ്. അപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇത് സ്ട്രെച്ച് ചെയ്യുന്നു. ഈ 2 ഫംഗ്ഷനാണ് ക്രാംപ്റ്റൺസ് മസിൽസും ബ്രൂക്സ് മസിൽസും. ഇതിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് by the action of Crampton's muscles and the Brooks muscles, the accommodation is happening in the lens. Okay, thus the accommodation appears to be twofold, namely by lens and by the cornea. അപ്പം കോർണിയയുടെ ആക്ടിവിറ്റി നടത്തുന്നത് ആരാണ്? ക്രാംപ്റ്റൺസ് മസിൽസ് ആണ്. അതുപോലെ തന്നെ ലെൻസിൻ്റെ ആക്ടിവിറ്റി നടത്തുന്നത് ബ്രൂക്സ് മസിൽസ് ആണ്. ഈ ബ്രൂക്സ് മസിൽസും ക്രാംപ്റ്റൺസ് മസിൽസിൻ്റെയും ആക്ടിവിറ്റി കൊണ്ടാണ് ലെൻസിൻ്റെ അക്കോമഡേഷൻ നടക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ വിഷ്വൽ പെർസെപ്ഷൻ ഇൻ പിജിയൻ. ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റും ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു പ്രാവശ്യം ഐബോളിൻ്റെ കംപ്ലീറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ഫിഗർ വരക്കണം. പെക്ടനെ മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് പെക്ടൻ്റെ റീജിയൻസ് കാണിക്കുന്ന വിട്രിയസ് ചേംബർ വിത്ത് 3 ലെയേഴ്സ് എവറിത്തിങ്. ഓക്കെ, അത് ഫാൻ ലൈക്ക് അല്ലെങ്കിൽ കോംബ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറും കൂടെ ചേർത്തുകൊണ്ട് ആ ഒരു സ്ട്രക്ചറും കൂടെ വരക്കണം. ഈ 2 ഫിഗേഴ്സ് ഈ വിഷ്വൽ പെർസെപ്ഷനിൽ നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടാവണം. Okay, that's it about the eyes.